ഇസ്രായേൽ എന്ന രാജ്യം അതിന്റെ ഏറ്റവും നാണം കെട്ട അവസ്ഥയിലേക്ക് വീണിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിന് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. യുദ്ധത്തിൽ സ്വന്തം ശത്രുക്കളെ കീഴടക്കാൻ ലൈംഗിക അതിക്രമങ്ങളെ ഒരു ആയുധമായി ഉപയോഗിക്കുന്ന ലോകത്തിലെ ഏറ്റവും ക്രൂരമായ രാജ്യങ്ങളുടെ ആ കരിമ്പട്ടികയിലേക്ക്, ആ ബ്ലാക്ക് ലിസ്റ്റിലേക്ക്, അതെ, യുഎന്നിന്റെ ഒഫീഷ്യൽ ബ്ലാക്ക് ലിസ്റ്റിലേക്ക് ഇസ്രായേലിനെ ഇപ്പോൾ ചേർത്ത് കഴിഞ്ഞു. ഇസ്രായേലിന്റെ തടവറകളിൽ ഫലസ്തീൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടന്ന നരകയാതനകൾ വെറും ഒരു ആരോപണമല്ല, 100% സത്യമാണ് എന്ന് UN അടിവരയിടുന്നു. ഇസ്രായേലിനെ ഐക്യരാഷ്ട്രസഭ കരിമ്പട്ടികയിൽപ്പെടുത്തി. ലോക ചരിത്രത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ് ഒരു രാഷ്ട്രത്തെ കരിമ്പട്ടികയിൽപ്പെടുത്തുന്ന ഒരു UN പ്രമേയം അല്ലെങ്കിൽ UN റിപ്പോർട്ട് പുറത്തു വരുന്നത്. കൃത്യമായിരിക്കുന്ന റിപ്പോർട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടത്തിയിരിക്കുന്നു. ആ നടത്തിയതോടനുബന്ധിച്ചാണ് ഈ സംഭവങ്ങളൊക്കെ പുറത്തു വരുന്നത് എന്ന് ചുരുക്കം. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിപുലമായിരിക്കുന്ന റിപ്പോർട്ടുകളാണ് ഓരോ ചാനലും തയ്യാറാക്കുന്നത്. നമ്മൾ കണ്ട വീഡിയോ 18 ചാനലിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ്. അവർ റിപ്പോർട്ടാക്കി പുറത്തു കൊടുത്താണ്. കുറച്ച് കൂടുതലായിട്ട് കൊടുത്തിട്ട് അതിന് കുറഞ്ഞ ഭാഗം മാത്രമാണ് നമ്മൾ കണ്ടത്. അതിൽ കൃത്യമാണ്, വ്യക്തമായ ഓരോരോ കാര്യം അതിൽ പറയുന്നുണ്ട്. കുട്ടികൾക്കെതിരായ അതിക്രമം, കൊലപാതകം, ക്രൂരപീഡനം, മാരക പരിക്കേൽപ്പിക്കൽ, ലൈംഗിക ഉപയോഗം, ഇത്തരം കാര്യങ്ങളാണ് അതിൽ പ്രധാനമായി ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞത്. പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരെ ബലാത്സംഗം, ലൈംഗിക പീഡനത്തിനപ്പുറം നിർബന്ധിത നഗ്ന പ്രദർശനം, പിന്നെ അതോടൊപ്പം തന്നെ മാനസികമായിരിക്കുന്ന പീഡനം. ഇത് ഈ അറസ്റ്റ് ചെയ്താൽ അത് രേഖപ്പെടുത്താതിരിക്കുക, അത് തെളിവില്ലാത്ത രീതിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തുക, എന്നിട്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് ദണ്ഡുകളെ കൊണ്ടൊക്കെ പീഡിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇതിന് മുമ്പ് പുറത്തു വന്നിരുന്നു. അങ്ങനെ എല്ലാത്തിൻ്റെയും കൃത്യമായിരിക്കുന്ന ഒരു പഠനം നടത്തിയതിന് ശേഷമാണ് UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് ഈ കാര്യം കൃത്യതയോടുകൂടി പറഞ്ഞ് ഇസ്രായേലിനെതിരെ ആഞ്ഞടിച്ചത്. ഔദ്യോഗിക ബന്ധങ്ങൾ പോലും ആന്റണിയോ ഗുട്ടറസുമായിട്ട് തങ്ങൾ നിർത്തുന്നു എന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു. അതിനൊന്നും മുഖവിലക്കെടുക്കാതെ സത്യമായിട്ട് പറയാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നത് ചതിയായി പോകും, അതുകൊണ്ട് ലോകം അറിയേണ്ടതാണ് എന്നുള്ളതാണ് ആന്റണിയോ ഗുട്ടറസ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. വ്യത്യസ്ത ലോകരാഷ്ട്രങ്ങൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ഇസ്രായേലിനെ അപലപിക്കുകയും ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തണമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിനു മുൻപ് തന്നെ ചില റിപ്പോർട്ടുകൾ, ചില വിവരങ്ങളൊക്കെ ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരുന്നു. പക്ഷേ ലോകങ്ങൾ അത് തെളിവില്ലാത്തതിൻ്റെ കാര്യത്താൽ അത്ര വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. അതിന് കാര്യം പറയുന്നത്, ഗസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും ഫലസ്തീനികളെ പിടിച്ചു കൊണ്ടുപോയി ക്രൂരപീഡനം നടത്തിക്കൊണ്ട് കൊലപ്പെടുത്തിയതിന് ശേഷം മൃതദേഹം ചിലത് വിട്ടു നൽകിയിരിക്കുന്ന മൃതദേഹങ്ങൾ അവയവങ്ങൾ മോഷ്ടിക്കുന്നു. അതൊക്കെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ ഒരു കുറ്റവാളി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ കൊണ്ടുപോകുന്നു, കൊലപ്പെടുത്തിയതിന് ശേഷം മൃതദേഹത്തിൻ്റെ അവയവങ്ങൾ മോഷ്ടിക്കപ്പെടുന്ന ഒരു പ്രവർത്തനം. ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട 6 മൃതദേഹം, അതാണ് ആദ്യ ഘട്ടത്തിൽ തന്നെ പുറത്തു വന്നത്. ആ മൃതദേഹങ്ങൾ തങ്ങൾ നോക്കുന്ന സമയത്ത് അതിൻ്റെ തൂക്കം വളരെ കുറവായിരുന്നു. ശരീരത്തിൻ്റെ ഭാരം നോക്കുന്ന സമയത്ത് അതിനനുസരിച്ച് അദ്ദേഹം പോകുന്ന സമയത്തും തിരിച്ച് മരണപ്പെട്ടതിന് ശേഷം ബോഡി തിരിച്ചു നൽകിയതിന് ശേഷം തമ്മിലുള്ള അന്തരം വളരെ വളരെ വലുതാണ് എന്ന് മാത്രമല്ല, ഈ നെഞ്ചുകൂടിൻ്റെ തായ്ഭാഗത്ത് ഒട്ടിക്കിടക്കുന്ന രീതിയിൽ തങ്ങൾക്ക് ദൃശ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഭാഗം തുറന്നു നോക്കിയ സമയത്താണ് ആന്തരികാവയവങ്ങൾ അപ്പാടെ കവർന്നു പോയിരിക്കുന്ന വിവരം വന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഈ നിത്യേന എന്ന തരത്തിൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഈ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. മോഷണത്തിന് അതോടൊപ്പം തന്നെ ചില മൃതദേഹങ്ങൾ ലൈംഗികാതിക്രമണത്തിന് വിധേയമാക്കിയതായിട്ടാണ് എന്നുള്ളത് റീപോസ്റ്റ്മോർട്ടത്തോടനുബന്ധിച്ച് തങ്ങൾക്ക് ബോധ്യമാവുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ആദ്യ ഘട്ടത്തിലൊന്നും ലോകം വിശ്വസിച്ചിട്ടില്ലെങ്കിലും 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഹമാസ് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുകയും അവിടുന്ന് 250ഓളം ഇസ്രായേലികൾ തട്ടിക്കൊണ്ടുപോവുകയും 1000 ചില്ലാനും ആളുകൾ കൊലപ്പെടുത്തുകയും ചെയ്തപ്പോൾ അത് ലോക വാർത്തയാകുകയും ലോകം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്ത സമയത്താണ് എന്താണ് ഫലസ്തീൻ, എന്താണ് അവരുടെ വിഷയം, എന്താണ് ഇസ്രായേൽ, എന്താണ് അവരും ഇവരും തമ്മിലുള്ള പ്രശ്നം എന്നതിനെക്കുറിച്ച് പഠിക്കുന്നത്. ആ പഠിച്ചതോടനുബന്ധിച്ചാണ് ഒരു കാര്യം ലോകത്തിന് മനസ്സിലായത്, ഫലസ്തീൻ പറയുന്നത് മാത്രമാണ് ശരി, ആ യാഥാർത്ഥ്യം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. കാര്യം ചെയ്യുന്ന ക്രൂരമായിരിക്കുന്ന പ്രവൃത്തികളൊക്കെ അവരാണ്. ഈ
ഇവരെ പീഡിപ്പിക്കുന്നു, അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് വിഷയം ഉണ്ടാക്കുന്നു. എല്ലാ കാലത്തും എല്ലാ സമയങ്ങളിലും പ്രശ്നങ്ങൾ തന്നെയാണ്. വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് സെറ്റിൽമെൻറ്റ് സ്ഥാപിച്ചുകൊണ്ട് പാലസ്തീനികളെ കൊലപ്പെടുത്താനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നു. പാലസ്തീനികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇസ്രായേൽ ജയിലിൽ കടത്തുന്നു. ജയിലിൽ കടത്തിയ പല പാലസ്തീനികൾ തിരിച്ചു വരുന്നില്ല. അത് സ്ത്രീകളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവരുടെ തിരിച്ചു പോകുന്ന സമയത്തുള്ള അവസ്ഥയും തിരിച്ചു വരുന്നുള്ള അവസ്ഥയും തിരിച്ചു വരുന്ന സമയത്തുള്ള അവസ്ഥയും ഭയാനകരമാണ്. ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തതാണ് എന്ന് മാത്രമല്ല, പല കുട്ടികളും ഈ മാനസികമായ രീതിയിൽ തളർന്നു പോയിരിക്കുന്നു. കാര്യം വെച്ചാൽ ബുദ്ധി നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലേക്ക് പല കുട്ടികളും തിരിച്ചെത്തിയിരിക്കുന്ന അനുഭവം പോലും പറയാനുണ്ട് എന്നുള്ളതാണ്. യുദ്ധകാല ലൈംഗിക അതിക്രമ പട്ടികയിലാണ് UN സഭ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തുവിട്ടത്. 2026 ഏപ്രിൽ മാസം 21 തയ്യാറാക്കിയ റിപ്പോർട്ട് ഇതേ വർഷം 2026 മെയ് മാസം 29 പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് UN റിപ്പോർട്ടിൻ്റെ ചാർട്ടിൽ ഈ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ പറയുന്നത്. IDFും ഇസ്രായേൽ പ്രിസൺ സർവീസസ്, ഈ രണ്ട് സൈനിക വിഭാഗം, പ്രിസൺ സർവീസ് ജയിലുമായിട്ട് ബന്ധപ്പെട്ട സേവനം ചെയ്യുന്ന ഇവരാണ്, സൈനികരാണ്. അതും പിന്നെ ഇസ്രായേലിൻ്റെ ഡിഫൻസ് ഫോഴ്സ് എന്ന് പറയുന്ന IDF, ഈ രണ്ട് വിഭാഗങ്ങളുമാണ് ഏറ്റവും ക്രൂരമായിരിക്കുന്ന പീഡനങ്ങൾ നടത്തിയത് എന്നുള്ളത് കൃത്യമാണ്. ലൈംഗിക പീഡനത്തെ ചോദ്യം ചെയ്യാനുള്ള സംവിധാനം പോലും ഇല്ലാത്ത തരത്തിലാണ് പല ഘട്ടങ്ങളിലും ഇവരുടെ, അതായത് ഈ അനുഭവിക്കപ്പെടുന്നവരുടെ മാനസികാവസ്ഥ എത്താറുള്ളത്. കാരണം വെച്ചാൽ അനുഭവിക്കപ്പെടുന്ന ഒരാൾ പറഞ്ഞല്ലോ എന്നെ ഇങ്ങനെ ഈ തരത്തിലൊക്കെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കാത്ത വിധം അവർക്ക് മാനസിക നില താളം തെറ്റ തരത്തിലാണ് പല ആളുകളും പാലസ്തീനിലേക്ക് തിരിച്ചു വരാറുള്ളത്. അപ്പോൾ ഇവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പാലസ്തീനും ഗസ എന്ന് പറഞ്ഞ രണ്ട് രാജ്യമല്ല, പ്രദേശം മാത്രമാണ്. ആ രാജ്യത്തിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സാധാരണ ചെയ്യാറുള്ള ഇസ്രായേലാണ്. ഗസയുടെ എല്ലാ ഭാഗത്തും ഇസ്രായേലാണ് എന്ന് നമുക്കറിയാം. അത് ചെറിയൊരു ഭാഗം, ഒരു വിൻഡോ വലുപ്പത്തിലുള്ള ഒരു പ്രദേശം മാത്രമാണ് ഈജിപ്തുമായിട്ട് ബന്ധപ്പെട്ട് റഫ അതിർത്തിയായിട്ട് നിലനിൽക്കുന്നത്. ഈ റഫ അതിർത്തിയുടെ നിയന്ത്രണം ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ്. അതാണ് ഗസ എന്ന് പറയുന്നത്. 24 കിലോമീറ്ററാണ് അതിന് നീളം കണക്കാക്കുന്ന അത്ര ചെറിയൊരു പ്രദേശം, 24 മുതൽ 42 വരെ, അങ്ങനെ ചെറിയ ഒരു വിസ്താരമുള്ള ഒരു പ്രദേശം മാത്രമാണ് ഗസ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് 60 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് പിന്നീട് വെസ്റ്റ് ബാങ്ക്, അത് പലസ്തീൻ്റെ മറ്റൊരു ഭാഗമാണ് വെസ്റ്റ് ബാങ്ക്. ഈ പറയപ്പെട്ട 60 കിലോമീറ്റർ വ്യത്യാസം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. ഗസക്കാരും വെസ്റ്റ് ബാങ്കുകാരും തമ്മിൽ യഥാർത്ഥത്തിൽ ഒരു ബന്ധവുമില്ല. ഇപ്പോൾ പറയുന്ന സമയത്ത് പലസ്തീനാണെന്ന് പറയാമെന്നല്ലാതെ. വെസ്റ്റ് ബാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ വെസ്റ്റ് ബാങ്കിൻ്റെ ഒരു അതിർത്തി വരുന്നത് 3 അതിർത്തി വരുന്നത് ഇസ്രായേലിൻ്റെ ഭാഗമാണ്, 1 ജോർദാൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ ഭാഗത്തൊന്നും യഥാർത്ഥത്തിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, മറ്റൊരു ദേശത്തേക്ക് പോകാനോ ഒന്നും സാധിക്കാത്ത വിധം വലിയ രീതിയിൽ ബാരിക്കേഡ് വെച്ചുകൊണ്ട് അത് ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ സുരക്ഷാ സംവിധാന കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇസ്രായേലാണ്. അപ്പോൾ അവിടെ ആണ് സെറ്റിൽമെൻറ്റ് സ്ഥാപിക്കുന്നത്. സംഭവം പറയുന്ന സമയത്ത് അവിടുത്തെ പാലസ്തീൻ അതോറിറ്റിയാണ് ഭരിക്കുക എന്നൊക്കെ പറയും. പക്ഷെ അവിടെ കയ്യിൽ ആയുധങ്ങളില്ല, അതിനനുസരിച്ചുള്ള സംവിധാനങ്ങളില്ല, ഒരു രാജ്യത്തിന് വേണ്ടിയിരിക്കുന്ന യുദ്ധ സാമഗ്രികൾ ഇല്ല, ഒരു എയർപോർട്ടില്ല, സീപോർട്ട് ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ അധികാരവുമായിട്ട് സീപോർട്ട് ഇല്ല. അവിടെ ഗസയിലാണ് സീപോർട്ട് വരുന്നത്. അങ്ങനെ ആ തരത്തിലാണ് ഈ വിഷയ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നതെന്ന് ചുരുക്കം. പലതരത്തിൽ ഇവിടെ അറസ്റ്റ് നടക്കാറുണ്ട്. അറസ്റ്റ് നടന്നാൽ പിന്നീട് അവിടെ ജാമ്യം കിട്ടണമെങ്കിൽ ഇസ്രായേലിലേക്ക് പോകണം. ഇസ്രായേൽ ജാമ്യം കൊടുക്കാറില്ല, ചിലത് ലിസ്റ്റിൽ ഉണ്ടാവാറില്ല. അങ്ങനെ ലോക ചരിത്രത്തിൽ പാലസ്തീനെ പോലെയുള്ള ദുരന്തവും കാലാകാലങ്ങളായി പതിറ്റാണ്ടുകളായി തലമുറയായി അനുഭവിച്ച ഒരു രാജ്യത്തിൻ്റെ പേരില്ല. ഈ ദക്ഷിണാഫ്രിക്ക പോലും സ്വതന്ത്രമായി എന്നുള്ളതാണ്. നെൽസൺ മണ്ടേല 25 വർഷത്തോളം 27 വർഷത്തോളം അദ്ദേഹം ജയിലിൽ കടന്നിട്ടുണ്ട്. അത് മറ്റൊരു വശം. ആഫ്രിക്കൻ ഗാന്ധി എന്ന തരത്തിൽ അങ്ങനെ സമരം ചെയ്ത് ഏതായിരുന്നാലും ആ രാജ്യം പോലും സ്വതന്ത്രമായി. ബ്രിട്ടീഷുകാരോട് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടി വന്നു. എന്നിട്ട് പോലും 1948 ഇസ്രായേൽ സ്വാതന്ത്ര്യം ഉണ്ടാക്കുന്നു. അതിനുശേഷം നടത്തിയിരിക്കുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തികളെക്കുറിച്ചിട്ടുള്ള ലിസ്റ്റ് എഴുതിയാൽ അവസാനിക്കാത്ത അത്രയാണുള്ളത്. എന്നിട്ട് പോലും ആ രാജ്യം ആ പ്രദേശം സ്വതന്ത്രമായിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും ഒരു 21-ാം നൂറ്റാണ്ടിലും അവർ വേദനാജനകമായിരിക്കുന്ന പീഡനങ്ങൾ അനുഭവിച്ചു വരുന്നു എന്നുള്ളത് മാത്രമല്ല, ഒരു മനുഷ്യനോട് ചെയ്യാൻ പറ്റാത്ത കഠിനവും ക്രൂരമായിരിക്കുന്ന പ്രവൃത്തി നിരന്തരം പാലസ്തീനികളോട് ഇസ്രായേൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആന്റോണിയോ ഗുട്ടറസ് പുറത്തിറക്കിയ UN-ന്റെ റിപ്പോർട്ടിൻ്റെ അകത്ത് കൃത്യമായി പറയുന്നത്. തെളിവടിസ്ഥാനത്തിലും സാക്ഷ്യടിസ്ഥാനത്തിലും തങ്ങൾ തയ്യാറാക്കി
തയ്യാറാക്കിയ റിപ്പോർട്ട് തന്നെയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടും ഇത് സഹിക്കുന്നതിനും അപ്പുറമാണ്, ഇതൊരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത് അവതരിപ്പിച്ചത് എന്ന് പറയുമ്പോൾ ഇസ്രായേലിൻ്റെ മുഖം വികൃതമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ് എന്ന് ചുരുക്കം.